ഹേ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഹെയർ കളർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമാണ് എനിക്ക് ഹെയർ കളർ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ ഗ്രാവിറ്റി സലൂണിലേക്കാണ് വന്നിട്ടുള്ളത്, തൃശ്ശൂർ. ഞാൻ കുറേ ഇൻസ്റ്റാഗ്രാം റീൽസിൽ കണ്ടിട്ടുണ്ട്, കുറേ എൻ്റെ ഫ്രണ്ട്സും പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടേക്കാണ് പോയത്. ആൻഡ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഹെയർ കട്ടും ഹെയർ കളറുമാണ്. ഹെയർ കട്ട് ലെയറാണ് ചെയ്യുന്നത്, ലെയർ കട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഹെയർ കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബ്രൗണിഷ് കളറാണ്. ഇത് നാലാമത്തെ കളറില്ലേ, അത് ഞാൻ ഉദ്ദേശിച്ച് വന്നതും ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു 3 കളറാണ് പറ്റുക. ആദ്യം അവൻ കാണിച്ചു തന്നില്ല, ഒരു ബ്രൗൺ കളർ, അതും പിന്നെ ഞാൻ സെലക്ട് ചെയ്ത കളറും, പിന്നെ ഈ റെഡ്, ഫസ്റ്റത്തെ റെഡാണ് കേട്ടോ. അപ്പോൾ ഒരു ബ്രൗൺ കളറാണ് ചെയ്യുന്നത്, കോഫി ബ്രൗൺ, അങ്ങനത്തെ ഒരു കളറ്. കറക്റ്റ് എക്സാക്ട് ഷെയ്ഡ് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ ഇതാണ് എൻ്റെ ബിഫോർ ഹെയർ. ഞാൻ ഹെയർ കട്ട് ചെയ്ത് ഏകദേശം 2 വർഷമൊക്കെ ആയിട്ട്. 2 വർഷം മുമ്പ് ഞാൻ ബട്ടർഫ്ലൈ കട്ട് ചെയ്തതാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്നും വെട്ടിയിട്ടേ ഇല്ല. ഞാൻ ഫ്രണ്ടിൽ കുറച്ച് ബാൻഡ്സ് പോലെ വെട്ടിയിരുന്നു. ഹെയർ കളർ 15 സ്ട്രീക്സ് ആണ് ചെയ്യുന്നത്. 15 സ്ട്രീക്ക് ഹെയർ കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഹെയർ കട്ട് ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓഫറാണ് ഞാൻ സെലക്ട് ചെയ്തത്. അങ്ങനെ കളർ ചെയ്യാൻ തുടങ്ങി. ഞാൻ കളർ ചെയ്യുന്നത് വരെ എടുത്തിട്ടുള്ളൂ. കളർ ചെയ്ത് കഴിഞ്ഞ് ഹെയർ കട്ടൊക്കെ ചെയ്തു കേട്ടോ. ഞാനതൊന്നും വീഡിയോ എടുത്തില്ല. അവർ ഹെയർ കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇൻ്റർഫിയർ ചെയ്യേണ്ടെന്ന് കരുതി ഞാൻ ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കളർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് നമുക്ക് കാണാം കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടി കേട്ടോ. അടിപൊളിയായിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ അവർ അവിടെ നിന്ന് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട്. ഞാൻ വീഡിയോ കിട്ടുകയാണെങ്കിൽ എൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാം. സലൂൺകാർ തന്നെ എനിക്ക് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചൂടെടുക്കുന്നുണ്ടായിരുന്നു, നല്ല ചൂടായിരുന്നു. അതാണ് ഒരു നെഗറ്റീവ്. ബാക്കി എല്ലാം അടിപൊളി. അതെനിക്ക് ഫീൽ ചെയ്തായിരിക്കും, ഫേസ് ഉണ്ടാവും, ചൂട് നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല ചൂടായിരുന്നു. ഒന്നാമത് തന്നെ ഈ ഹെയർ ഡ്രയർ വെച്ചിട്ട് നന്നായിട്ട് അവർ സെറ്റ് ചെയ്ത് തരുമല്ലോ. അപ്പോൾ എനിക്ക് മാത്രമല്ല, അവിടെ കുറേ ആൾക്കാരുണ്ട്. നല്ല തിരക്കുള്ള സലൂണായിരുന്നു. അത് നമ്മൾ കയറി ചെന്നപ്പോൾ ഫുൾ ഓഫ് കസ്റ്റമേഴ്സ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. എൻ്റെ ചെയ്ത് കഴിയുമ്പോഴേക്ക് അത്യാവശ്യം തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹീറ്റർ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കുന്നത് കൊണ്ടായിരിക്കും മേ ബി. അങ്ങനെ ഹെയർ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇറാനി ചായ എന്ന് പറഞ്ഞിട്ടുള്ള കഫേയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, മോമോസ് ഉണ്ട്, സ്നാക്സ് ഉണ്ട്, അടിപൊളി എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ വാങ്ങിച്ചത് മോമോയും അതുപോലെ തന്നെ ഇറാനി ചായ 2 വാങ്ങിച്ചു. അമ്മ എങ്ങനെയുണ്ട് ഹെയർ കളർ? നന്നായി ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. ആ പറഞ്ഞു പഠിപ്പിച്ചോ. എങ്ങനെയുണ്ട്? ഉദ്ദേശിച്ച പോലെ വന്നില്ലേ? നന്നായിണ്ട്. ഞാൻ ഹെയർ കളർ ചെയ്യുമ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ കാണാറില്ല. എന്ന് വെച്ചാൽ ഇത് എത്ര ചെയ്താലും കാണില്ല. പക്ഷെ ഇപ്പൊ കാണില്ലേ, പുറത്തുനിന്ന് നോക്കുമ്പോ. നമ്മളിവിടെ ഇറാനി ചായയിലാണ് കേട്ടോ. ഇറാനി ചായ തിരക്കാ ഫുള്ള്. ഇറാനി ചായയും ബൺ മസ്കാണ്. നീ എന്താ ബൺ മസ്ക് വാങ്ങാണ്ട്? മോമോസ് ബൺ മസ്ക് ഞാൻ ഒരു വട്ടം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നുണ്ട്. വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ ഇവിടെ ആർക്കും ഇഷ്ടായില്ല. എനിക്കിഷ്ടമാണ്, ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷെ ഇത് ശരിക്കുള്ള ബൺമസ്കോ? ശരി ശരി, അമ്മ പോയി ഒരെണ്ണം വാങ്ങിക്കാം. അപ്പൊ നമ്മുടെ ബൺമസ്ക വന്നിട്ടുണ്ട്. തല്ലൂട്ടത്തിന് ശേഷം അത് വാങ്ങിച്ചു. 4 പീസാക്കിയതാ. എനിക്ക് വേണ്ടാട്ടാ. ഐ ആം ഇൻ ഷുഗർ റൈറ്റ് കൂട്ടാൻ. ടേസ്റ്റ് ഉണ്ടാവും. അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട്. ഞാൻ കൊണ്ടുവന്നേക്കാളും ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? അച്ഛ എങ്ങനെയുണ്ട്? മര്യാദക്ക് പറയുവാ, പറയും. പിന്നെ കളറൊക്കെ കാണാണ്ട് ഞാൻ മുടി ചെയ്തത്. അച്ഛ മുടി ചെയ്യുന്നത് എങ്ങനെയുണ്ട്? കളർ ചെയ്യുന്നത് എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ, ഫാന്റാസ്റ്റിക്. കഴിക്ക്. അല്ല എന്തല്ല എന്നിട്ട് ബേൽപൂരി. സണ്ണനെ നമ്മൾ
അവിടുന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ടിയിൽ വന്ന് നമ്മൾ ഡിന്നറിനുള്ള ഷവായി വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയിട്ടോ. നമ്മൾ ഹെയർ കളറൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ. ഇങ്ങനെ കമൻറ്റ് ചെയ്യാം. സോ അടിപൊളിയായി. നമ്മൾ 15 സ്ട്രീക്കാണ് ചെയ്തത് പറഞ്ഞില്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. എങ്ങനെയാണെന്ന് കമൻറ്റ്. വീഡിയോ ഓഫ് ചെയ്യാൻ തോന്നുന്നില്ല. ഹെയർ കട്ട് ചെയ്ത് ഞാൻ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടതുകൊണ്ട് അത് അധികം കാണുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്ന രസമുണ്ടെന്ന്. എനിക്ക് അവിടെ ഇരുന്നപ്പോൾ എനിക്ക് ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല ഫേസിൽ. പക്ഷേ ഇവിടെയാണ് ശരിക്കും ഞാൻ ചിരിക്കുന്നത്. അവിടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ കുഴപ്പമില്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടാവും, ഇടുമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ ഫോട്ടോസ് എടുത്ത് ക്യാമറയിൽ എനിക്കാണെങ്കിൽ ചിരി വരുന്നില്ല. അല്ലെങ്കിൽ എനിക്കറിയില്ല എന്താണെന്ന്. അല്ലെങ്കിൽ ഞാൻ പല്ല് കാണിച്ച് 36 പല്ലും കാണിച്ചിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഇൻട്രോവേർട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ എനിക്കറിയില്ല, എനിക്കങ്ങനെ ചിരി വരുന്നില്ല. എൻ്റെ അടുത്ത് ആൾ കുറേ വട്ടം ചിരിക്കുന്നു പറയുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും എനിക്ക് ചിരിയൊക്കെ ഓക്കെ ആയിട്ടോ. എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. ഹെയർ കട്ടും എല്ലാം ഇഷ്ടപ്പെട്ടു. ഞാൻ ലെങ്ത്ത് കുറയ്ക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ലെങ്ത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്കിഷ്ടമായി. ഇങ്ങനെ ഇടുന്ന രസമുണ്ടല്ലേ. ഞാൻ വെച്ച് നടുവളച്ചിൽ എടുത്തിട്ടാണ് എനിക്ക് കളർ ചെയ്തത്. അപ്പം ഞാൻ വെച്ച് ഇങ്ങനെ ഇടുന്ന രസം ഉണ്ടാവില്ല എന്ന്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഇടുന്നത് എനിക്കിഷ്ടം. നടുവളച്ചിൽ ഇടുമ്പോൾ എൻ്റെ ഫേസ് എന്തോ പോലെ എനിക്ക് തോന്നുക. ഓർക്ക് അങ്ങനെയാണല്ലോ. ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.